മദന എത്ര നാളായി കണ്ടിട്ട്. ആണെന്താ മനസ്സിലാവാത്ത പോലെ നിൽക്കുന്നേ? എടോ ഞാൻ ആവണിയാടോ. ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ ഞാനായിരിക്കത്തില്ല. നിങ്ങൾ പോസ്റ്റ്മാൻ മദനം തന്നെയല്ലേ? അതെ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാ നിങ്ങള്. പണ്ട് ഞാൻ സ്ഥിരമായിട്ടേ എനിക്ക് വല്ല അപ്പോയിന്റ്മെന്റ് ലെറ്ററും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് നിങ്ങളുടെ പുറകെ നടക്കുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ PSC ആവണെന്ന് കളിയാക്കി പോലും വിളിച്ചിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? ഓർമ്മ കിട്ടുന്നില്ല മാഡം. നമ്മള് ദിവസം എത്ര പേരെ കാണുന്ന ഓർമ്മ കിട്ടുന്നില്ല. ശരി വയ്ക്കോട്ടെ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അല്ല അത് എന്താ പറഞ്ഞു? അതെ മോനേട്ടാ, അയാൾക്ക് എന്നെ ഓർമ്മയില്ലെന്ന്. ഞാൻ ആകെ തകർന്നു പോയി മോനേട്ടാ. ഇപ്പൊ തകർന്നേനെ. എന്താ? അല്ല, നിന്റെ മനസ്സ് എത്രമാത്രം തകർന്നു കാണും എന്ന് ഞാൻ പറഞ്ഞ. എനിക്ക് ആകെ സങ്കടമായി. നീ വിഷമിക്കാതിരിക്കേ. ഇതിപ്പോ അവര് ഡെയിലി എത്ര പേരെ കാണുന്ന അതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഒരുപാട് നാൾക്ക് ശേഷം കാണുന്നതല്ലേ, അപ്പൊ ഓർത്ത് കാണൂല, അതായിരിക്കും. അയ്യോ മോനെ ചായ വേണ്ടേ? നീ അവിടെ ഇരിക്കും. നിന്റെ മൂടൊക്കെ മാറി നീ കൂളായിട്ട് എനിക്കൊരു ചായ എടുത്താ. അതിനിപ്പോ എന്റെ മൂടിന് എന്താ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ കണ്ടവരെന്നെ ഓർമ്മ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. അതാണ് സ്പിരിറ്റ്. അങ്ങനെ വേണം ആവണി. ഇവിടെ ഇട്ടിട്ട് വരാം. ചായ വേണോ കാപ്പി വേണോ? ചായ വേണോ കാപ്പി വേണോന്ന്? കായോ? എന്താണെങ്കിലും മതി. എന്താണത്? നിങ്ങൾക്ക് ഇതെന്താ മോനേട്ടാ? എനിക്കൊന്നുമില്ല. പേടിപ്പിക്കാൻ വേണ്ടി. രക്ഷപ്പെട്ടെ. എന്തുപറ്റി തന്റെ പെണ്ണുപിള്ള ഇട്ടിട്ട് പോയാ? ഒന്ന് പോക്കിരുന്നു. അതൊന്നുമല്ല, നമ്മുടെ മദനില്ലേ, പോസ്റ്റ്മാൻ മദനൻ. അവൻ എന്റെ ഭാര്യ ആവണീനെ കണ്ടു. എന്നിട്ട് കുഴപ്പമായാ? ഇല്ല, കുഴപ്പമില്ല. എന്തു കുഴപ്പമാവാൻ? ഒരു കുഴപ്പമില്ല. അതുമല്ല, ഈ മദനൻ ആവണി അടുത്ത് പറയണ് അവളെ മനസ്സിലായില്ലെന്ന്. ശരിക്കും? അതേ വക്കീല്. ഇതാടോ പറയുന്നേ, നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഇത് നടത്തിത്തരാൻ വേണ്ടി ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അയ്യോ, അല്ല അപ്പൊ ഈ ആവണി ഗവൺമെന്റ് ജോലിയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം കൂടെ നിൽക്കും അവളുടെ. അതിന് അവളുടെ ലോകം താനല്ലേ. അവൾക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള കാരണക്കാരൻ താൻ തന്നെയല്ലേ? അതെ അതെ, അത് ശരിയാണ്. അപ്പൊ തന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? തൽക്കാലം തീർന്നു. ഇനിയിപ്പോ അടുത്ത PSC എക്സാമും അതിന്റെ റിസൾട്ട് വരുന്നവരെ സേഫാണ്. എന്നാ പിന്നെ ഇത് എഴുതിക്കാതിരുന്ന പോരെ? ഞാൻ അത്ര ക്രൂരനല്ല വക്കീലെ. പിന്നെ ക്രൂരനല്ല. താനൊന്ന് പോയേ. അതെ, ഓഫീസ് ഷിഫ്റ്റിങ്ങിന്റെ കുറച്ച് തിരക്കുണ്ട്. അപ്പൊ പിന്നെ കാണാം. ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ആവണി, ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാലേ, കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഒരു ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. അത് ആക്ച്വലി എല്ലാവർക്കും അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അതിപ്പം സ്ത്രീകളും കുട്ടികളും എല്ലാവരും പെടും അതിനകത്ത്. ഞാൻ കൈകാര്യം ചെയ്യുന്നത് സ്കൂൾ കുട്ടികളുടെ വിഭാഗമാണ്. ഗവൺമെൻറ് അതിലേക്ക് വോളണ്ടിയേഴ്സിനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരാളെ എടുക്കാം. അതിൽ ആവണിക്ക് താല്പര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് താല്പര്യമുണ്ട് ചേച്ചി. അഞ്ജുവിനും താല്പര്യമുണ്ടോ? ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അഞ്ജു അല്ലേ പറഞ്ഞു അഞ്ജുവിന് ബിസിനസ്സാണ് താല്പര്യം എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ആവണിയല്ലേ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഇതാവുമ്പോൾ അവർക്ക് ഒരു എക്സ്പീരിയൻസും ആവും. എനിക്കും ഇതൊരു എക്സ്പീരിയൻസ് ആവൂലേ? ആകപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. അമ്മേ എന്തു പറയുന്നു? ഞാൻ എന്ത് പറയാനാണ്? ഇവര് തമ്മിൽ തീരുമാനിക്കട്ടെ. ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ലൈഫിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ? ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്തു. ഞാൻ എൻ്റെ ലൈഫിനെ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കാൻ തീരുമാനിച്ചു ചേച്ചി. ആവണിയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്ത് പറയാനാ മാഡം? താൻ വിഷമിക്കാതിരിക്കും. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പ് ഇട്ട് തരാം. നിങ്ങൾ കുടുംബമായിട്ട് ഇന്നൊന്ന് ചർച്ച ചെയ്യുക. ഇതിനെപ്പറ്റി പഠിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ എന്നെ നിങ്ങളുടെ തീരുമാനം അറിയിക്കണം. മറക്കരുത്, 2 ദിവസത്തിനുള്ളിൽ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
ഓക്കേടാ അമ്മ ശരി എന്നാ പിന്നെ വരാവേ.